അസ്സലാമു അലൈക്കും. ക്ഷമിക്കണം, ഞാൻ മൈക്കെടുത്തില്ല. എനിക്കിപ്പോ പുറത്ത് നിസ്കരിക്കാൻ പോകാനുണ്ട്. ഒരു മസാല ചോദിക്കാൻ വേണ്ടിയാണ്. അതായത് പിന്നെ ഒരാൾക്ക് 2 കുട്ടികളുണ്ട്, ഹക്കീക്കത്ത് അറുത്ത് കൊടുത്തിട്ടില്ല, പ്രായപൂർത്തിയും ആയിട്ടില്ല. അപ്പം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് 2 കുട്ടികളെ തൊട്ട് ഹക്കീക്കത്ത് അറുത്ത് കൊടുക്കുന്നതിന്റെ വിധി ഒന്നും എന്താണെന്നും വിശദീകരിച്ചാൽ നന്നായിരുന്നു. സോറി, മൈക്കെടുത്തതിന്റെ പേരിൽ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസഹബിഹി അജ്മഈൻ. എന്തേ ചോദിച്ചത്? പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് 2 കുട്ടികൾക്ക് അഖീഖ അറക്കാൻ പറ്റുമെന്നോ? അങ്ങനെ എന്തോ ആണ് ഞാൻ കേട്ടത്. ഞാൻ പിന്നെ വേറെ ചില പരിപാടികളിലായതുകൊണ്ട് ഇതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതെ, പ്രായപൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെയാണല്ലോ അഖീഖ അറക്കേണ്ട ടൈം. അപ്പൊ രക്ഷിതാവിന് അഖീഖ അറക്കേണ്ട സമയം നിഫാസിന്റെ കാലയളവിൽ, അതായത് പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് അയാൾക്ക് അഖീഖ അറക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അഖീഖ സുന്നത്താവും. അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എപ്പോഴും അറക്കാം. ഏറ്റവും നല്ലത് അടുത്ത ദിവസങ്ങളിലാണ് 7, 14, 21, 27, 28, 21, 28 പിന്നെ 40. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും കണക്കാണ്. അവിടെ പ്രായപൂർത്തിയാണെന്നും പറക്കാം. 2 കുട്ടികൾക്ക് ഒന്നിച്ചേർക്കണതിന് വിരോധമല്ല. 2ന് തികയണ സാധനം മതി. ഒന്നൊക്കെ 2 ആട് വേണം, അല്ലെങ്കിൽ 1 പോത്ത് മതി. 1 പോത്താണെങ്കിൽ 2 കൂടി അത് മതി. ഓക്കെ, മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും. ഇന്നലെ പയ്യോളിസ്ഥാനോട് ചോദിച്ചിരുന്നാണ് തവസ്സുലിന്റെ കാര്യം ചർച്ച ചെയ്യാൻ. ഇന്നലെ തറാവി ചർച്ച ചെയ്ത് ഞങ്ങള് ബോധ്യപ്പെട്ടാണ് തവസ്സുലിന്റെ കാര്യത്തിലും പിന്നെ നബിയുടെ സിയാറത്തിന്റെ കാര്യത്തിലും. അപ്പൊ അവര് എവിടെയല്ല എവിടെ പോയാലും നബി മരിച്ച ശേഷം അവിടെ സിയാറത്തിന് പോകുന്നതും അവിടെ റൗള ഷരീഫിലല്ല ഏതോ പള്ളിക്ക് പോയാലും അതെല്ലാം കുബൂരികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് നിലവിൽ ജീവിച്ചിരിപ്പുള്ള അബ്ദുള്ള രാജാവും പണ്ഡിതന്മാരൊക്കെ ഇപ്പൊ അടുത്തുകൂടിയും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അവിടെ ഒന്ന് സിയാർത്തിയുണ്ട്. അപ്പൊ അവരൊക്കെ ഇവരെ ഭാഷയിൽ കുബൂരികളാണോ എന്നൊന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ചെലവിൽ ഇവിടെ അവര് ഈ ജാലിയാത്തിനും ഇതെല്ലാം എല്ലാ ആളുകാരും പറ്റിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു വിശദീകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാവാമീർ ഉസ്താദും കോട്ടൂർ ഉസ്താദും ഉണ്ടല്ലോ. ഉസ്താദ് മൈക്കിലേക്ക് വരാണെ വളരെ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റേസ് ചെയ്യാൻ ഉസ്താദ് തന്നെ മറുപടി പറയാനും നന്നാവും. മൈക്ക് റേസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്മാരെന്തേ കേൾക്കുന്നില്ലേ? കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? എന്താണ് അറിയില്ല. എന്താണ് ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാര് ഭാവന വന്നിട്ടുണ്ട്. കോടുസ്ഥാന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ 2 ദിവസമായി ഇവിടെ ഒരു ചോദ്യം ഇങ്ങനെ, ഒരു ഫിക്കിയ ചോദ്യം ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. കണ്ണില് ഈ പിന്നെ മരുന്ന് വിറ്റിച്ചാല് പിന്നെ നോമ്പ് മുറിയാന്നുള്ള ചോദ്യം ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മറുപടി പറഞ്ഞാല് വലിയ ഉപകാരമായിരുന്നു എന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ ഈ മലയാളി കുട്ടിയായിരിക്കും തോന്നുന്നുണ്ട് ചോദിച്ചത്. കാരണം തൊട്ട് താഴെ കാണുന്ന അദ്ദേഹത്തിന്റെ ഐഡിയ ആണ് കാണുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കോട്ടൂർ ഉസ്താദ് ഉണ്ട് എന്നുള്ള സമാധാനത്തിൽ എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ ആ ഫോണുമായി ഒന്നും കൊണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹം വിഷമല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല. ഞാൻ ചോദ്യം കേൾക്കാത്ത കാരണം എന്റെ ഒരു ഇതാണ്. ഞാൻ കോട്ടൂർ ഉസ്താദ് ഉണ്ട് എന്നുള്ള ധാരണയിൽ ഞാൻ മാറിയതായിരുന്നു. മാഷാ അല്ലാഹ്, കോട്ടൂർ ഉസ്താദ് ചിലപ്പം ചോദ്യം കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ആ മലയാളി കുട്ടി ചോദ്യം ഒന്ന് ആവർത്തിച്ചാല് സന്തോഷമായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. മലയാളി കുട്ടി നേരത്തെ ചോദിച്ചൂലേ? അതെ, അദ്ദേഹത്തിന്റെ ചോദ്യം എന്തോ ഒരു തവസ്സുലിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തിനെ കുറിച്ചും ഒക്കെയാണ് അറിയേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാരെ പുത്തൻവാദികൾ കുബൂരി എന്ന് പറയലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. താലിബുൽ ഹസ്ന അദ്ദേഹമാണ് ചോദിച്ചത് അല്ലേ? അതായത് ഞാൻ ആ ചോദ്യം കേൾക്കാത്തോണ്ടല്ല, പിന്നെ മാറിയെന്താ വെച്ചാലേ പിന്നെ വിശദമായ ഒരു മറുപടി പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഇപ്പൊ ഞാനുള്ളത്.
ഇന്നലെ തന്നെ വളരെ വൈകി കിടന്നുകൊണ്ടേ ഇന്ന് നന്നായി തലവേദന ഉണ്ട്. അപ്പൊ ഒരു വിശദമായ മറുപടിക്ക് കിടന്നാൽ നാളെ രാവിലെയും ക്ലാസ്സിന് പോകാനുള്ള, അപ്പൊ ഉറക്ക് പറ്റപ്പോയാൽ ആകെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത്തരം ഒരു ചർച്ചയിലേക്ക് വരാനുള്ള പ്രയാസം കൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ചോദിച്ച ചോദ്യം, പുത്തൻവാദികൾ കുബൂരികളാണ് എന്ന് പറയുന്നത് അവരുടെ വിവരക്കേടുകൊണ്ട് തന്നെയാണ്, വേറൊന്നുമല്ല. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറ് സിയാറത്ത് ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് എല്ലാ പണ്ഡിതന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിഴച്ച ഈ വർഗങ്ങളല്ലാതെ ലോകത്തെ എല്ലാ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് മിൻ അഅ്ളമിൽ ഖുർബാത്ത്, പുണ്യങ്ങളിൽ ഏറ്റവും വലിയ പുണ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ് ഇമാമിയങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പലപ്പോഴും ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിദ് ദഹബി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത്, അള്ളാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ കൽബിൽ നിന്ന് മനം പൊട്ടിയ കരച്ചിലോ അല്ലെങ്കിൽ അവിടെ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ ചുമരോ ഖബറോ ചുംബിക്കലോ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പാടില്ല എന്നും, സത്യത്തിൽ അവിടെ കരയുന്നതും ചുംബിക്കുന്നതുമെല്ലാം സ്നേഹത്തിന്റെ അടയാളങ്ങളാണെന്നും ആ സ്നേഹമാണ് സത്യവും അസത്യവും വേർതിരിയുന്ന മാനദണ്ഡമെന്നും വളരെ വ്യക്തമായി ഹാഫിദ് ദഹബി എഴുതി വെച്ചത് ഞാൻ പലപ്പോഴും ക്ലാസ് റൂമിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഹാഫിദ് ദഹബി ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അപ്പൊ കുബൂരി എന്ന് വിളിക്കുന്ന ആളുകള് സ്വന്തം നേതാവായി പറയുന്ന, മാത്രമല്ല ജർഹ് തഅദീലിന്റെ വിഷയത്തിൽ റിപ്പോർട്ടർമാരുടെ സ്വീകാര്യതയും അസ്വീകാര്യതയും നോക്കുന്ന വിഷയത്തിൽ അവർ ഇമാമായി മുന്നിൽ വെക്കുന്ന ആളാണ് ഹാഫിദ് ദഹബി. ആ ഹാഫിദ് ദഹബി എന്താക്കുന്നുണ്ട്, അത് വ്യക്തമായി അങ്ങനെ പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്തിനെ എതിർത്തിട്ടുള്ളത് ഈ പുത്തൻവാദികൾ മാത്രമാണ്. അത് അഅ്ളമുൽ ഖുർബാത്തപ്പെട്ടതാണ് എന്നാണ് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരും ഇമാമിയങ്ങളും പണ്ട് മുതൽ ഇന്ന് വരെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്യലും അങ്ങനെ തന്നെയാണ്. ലോകത്ത് ഒരു എതിർപ്പും കൂടാതെ മുസ്ലിം ഉമ്മത്ത് ഇക്കാലം വരെ നടത്തി വന്നിട്ടുള്ള കാര്യമാണത്. ഒരു എതിർപ്പുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ തവസ്സുൽ ഉണ്ടായിട്ടുണ്ട്, വഫാത്തിന്റെ ശേഷവും തവസ്സുൽ ഉണ്ടായിട്ടുണ്ട്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ അടക്കം അത് വ്യക്തമായി കാണാവുന്നതുമാണ്. അപ്പോ അത് ഈ കുബൂരി എന്ന് പറയുന്നത് ഈ പുത്തൻവാദികളുടെ ഒരു അടിസ്ഥാന ശൈലിയാണ്. ഈ മുസ്ലിം ഉമ്മത്ത് കാലകാലങ്ങളായി സ്വീകരിച്ചു പോരുന്ന കാര്യങ്ങളെ വിവരക്കേട് കൊണ്ട് എതിർക്കുക എന്നത്, അത് മാത്രമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മള് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ക്ലാസ് റൂമിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയതാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഒരു കുബൂരി എന്ന് പറയുന്നുണ്ട്, അതെന്താന്നൊക്കെ ഒരു മൊത്തത്തിലുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഓരോരോ വിഷയങ്ങളിലേക്ക് വരുമ്പോ എന്താക്കാം, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച നടത്താം. പക്ഷെ ഇപ്പോ എനിക്ക് അത്തരം ഒരു വിശദമായ ചർച്ചക്ക് പാകപ്പെട്ട ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്പം കഴിഞ്ഞാൽ പയ്യോളി ഉസ്താദ് വരും. അപ്പൊ ചർച്ച സജീവമായിട്ട് നടന്നോട്ടെ. അതിനിടക്ക് നമ്മുടെ അസി UK ഒരു ചോദ്യം ഇന്നലെ ആരോ 2 ദിവസമായി ക്ലാസ് റൂമിൽ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞൊരു ചോദ്യം നടക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട എവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതി പറഞ്ഞിരുന്നു. ഏതായാലും അങ്ങനെ പിടുത്തം കിട്ടാതെ നടന്ന ചോദ്യം, കണ്ണില് മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിയോ എന്നായിരുന്നു. നോമ്പ് മുറിയൂല എന്നാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. കണ്ണില് മരുന്നൊഴിച്ചതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടൂല. അപ്പൊ ഇനി നോമ്പ് നഷ്ടപ്പെടുമോന്ന് പേടിച്ചിട്ട് കണ്ണിൽ എന്താക്കണ്ട, മരുന്നൊഴിക്കാതെ നിൽക്കണ്ട. അപ്പൊ അലഞ്ഞു തിരിഞ്ഞ ചോദ്യത്തിനും എന്തായി, ഇപ്പോ ഉത്തരായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ താലിബുൽ ഹുസ്ന മൂക്കിലൊഴിച്ചാ മുറി കേട്ടോ. ഇനി അവിടെ നിങ്ങളുടെ കീപ്പെട്ട് പോരണ്ട, അവിടെ എവിടെ ചോദിച്ചിക്കാണ്ടേ ഓരോ സ്ഥലത്തെയും വർത്താനം നിങ്ങൾക്ക് അറിയേണ്ടി വരും. പിന്നെ മൂക്കിലൊഴിച്ചാലും മുറിയും, ഉള്ളിലേക്ക് കയറുന്ന എവിടെ ഒഴിച്ചാലും മുറിയും. കണ്ണിലൊഴിച്ചാൽ എന്താവൂല, മുറിയില്ല.
കണ്ണില് ഒഴിച്ചാല് അതിന്റെ രുചി ചിലപ്പോ പിന്നെ തൊണ്ടയിലെത്താറുണ്ട്. കണ്ണിൽ മരുന്നൊഴിച്ചാല് അതിന്റെ രുചി പലപ്പോഴും തൊണ്ടയിലെത്താറുണ്ട്. അങ്ങനെ തൊണ്ടയിൽ എത്തിയാലും നോമ്പ് മുറിയില്ല. കാരണം കണ്ണിന് ദ്വാരമില്ല. കണ്ണിന് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്കിന്നിലുള്ള രോമകൂപങ്ങളെ പോലെയുള്ള ചെറിയ സുഷിരങ്ങളാണുള്ളത്. ആ സുഷിരങ്ങളിലൂടെ അകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയൂല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ തലയിൽ വെള്ളമൊഴിച്ചാൽ ചിലപ്പോൾ നീരിറങ്ങലുണ്ട്. അതുകൊണ്ട് നോമ്പ് മുറിയൂല. അങ്ങനെയുള്ള ജലദോഷം പിടിക്കണത്. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്ന ഗണത്തിലാണ് കണ്ണിലൂടെയുള്ള ഇറക്കത്തെ പണ്ഡിതന്മാർ പെടുത്തിയിട്ടുള്ളത്. കാരണം കണ്ണിന് നേരെ ദ്വാരമില്ല, അതിന് അത്രയും ചെറിയ സുഷിരങ്ങളാണുള്ളത്. അപ്പൊ അതാണ് ഷർത്തുൽ മുഫ്തിരി കൗനുഹു മഫ്തൂഹൻ എന്ന് മിൻഹാജിലൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കുക. പിന്നെ ഇനി പല ആൾക്കാരും ഇങ്ങനെ പലതും ചോദിച്ചുകൊണ്ടിരിക്കും, മൂക്കിൽ വിക്സ് പുരട്ടുന്നു. മൂക്കിന്റെ ഉള്ളിലൊന്നും ആരും വിക്സ് പുരട്ടലില്ല, മൂക്ക് അടിച്ചുകൊണ്ടെന്ന് നോക്കണം കേട്ടാ. മണത്തത് കൊണ്ട് നോമ്പ് മുറിയൂല. മണത്തത് കൊണ്ട് എന്താവൂല, നോമ്പ് മുറിയൂല. അവിടെ പുരട്ടിയാൽ മൂക്കിന്റെ ഉള്ളിലേക്ക് പിന്നെ അതിന്റെ സ്മെല്ലല്ലേ ചെല്ലുള്ളൂ. സ്മെല്ല് ചെന്നതുകൊണ്ട് എന്തായാലും നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയണമെങ്കിൽ തടി, ഒരു വസ്തുവിന്റെ തടി അകത്തേക്ക് എത്തണമെന്നാണ്. അതിന്റെ സ്മെല്ല് മാത്രം അകത്തേക്ക് എത്തിയത് കൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ മൈക്കൂട്ടും. അസ്സലാമു അലൈക്കും. ഒരു സംശയം, ഈ അമുസ്ലിങ്ങൾക്ക് സദഖയോ അല്ലെങ്കിൽ സക്കാത്തോ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബാവാക്ക ഇവിടെ ഇല്ലേ? ബാവാക്ക, ഇതിപ്പോ ഇന്നലത്തെ മാതിരി ആവുമെന്ന് എനിക്കൊരു ബേജാറുണ്ട് കേട്ടോ. നേരത്തെ കിടന്നിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നം. പടക്കത്തിന് തീ കൊളുത്തിയ പോലെ ചോദ്യങ്ങൾ ഇങ്ങനെ വരും. പിന്നെ അതിന് മറുപടി ആയിട്ട് ഇരുന്നാല് ഇന്നും ആവും 2 മണി. അതുകൊണ്ട് ഞാൻ ഇതുകൂടി പറയാ, ഇനി ആരും ചോദിക്കണ്ട. പിന്നെ ഇൻഷാ അല്ലാഹ് അല്പം കഴിഞ്ഞാൽ പയ്യോളി ഉസ്താദും വരും. അപ്പൊ നേരത്തെ ആദർശ ചോദ്യം ചോദിച്ച ആള് പിന്നെ അതിന് ഒരുങ്ങി നിൽക്കുക കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ചോദിച്ചത് അമുസ്ലിമീങ്ങൾക്ക് സക്കാത്തോ സദക്കയോ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സദക്ക കൊടുക്കാൻ പറ്റും, സക്കാത്ത് കൊടുക്കാൻ പറ്റൂല കേട്ടോ. സദക്ക എല്ലാ പച്ചയായ കരളുള്ള എല്ലാ സാധനത്തിനും സദക്ക കൊടുക്കുന്നതിന്, ദാനം നൽകുന്നതിന്, ഭക്ഷണം കൊടുക്കുന്നതിന് നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അമുസ്ലിമായ സുഹൃത്തിന് അദ്ദേഹത്തിന് ചിലപ്പോ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അയൽക്കാരന് ഭക്ഷണം കൊടുക്കണം എന്നുള്ളടത്ത് മുസ്ലിം അമുസ്ലിം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു അമുസ്ലിം ആയതുകൊണ്ട് മാത്രം അവൻ ഇസ്ലാമിന്റെ ശത്രുവല്ല. ഇസ്ലാമിന്റെ ശത്രു ആകുന്ന ആളുകളുണ്ട്. അവരുമായുള്ള പെരുമാറ്റത്തിന് ഇസ്ലാം ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിന്റേത് എന്ന് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ശത്രുവിനോടുള്ള പെരുമാറ്റത്തിൽ ആ രാജ്യത്തിന് പ്രത്യേക കാഴ്ചപ്പാടുണ്ടാവും. ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കാണണം. അതേ സ്ഥാനത്ത് ഇസ്ലാമിന്റെ പടിക്ക് അപ്പുറത്ത് നിൽക്കുന്നു, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് അവരുടെ മനുഷ്യത്വത്തെ കാണാതിരിക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കേണ്ടത് അതിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗം ആളുകളെയാണ് സക്കാത്തിന്റെ അവകാശികളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവർക്കേ സക്കാത്ത് കൊടുത്തുവിടൂ. അല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ പിന്നെ സക്കാത്ത് ശരിയാകൂല. അതുകൊണ്ട് സക്കാത്തിനെ അങ്ങനെ തന്നെ കാണണം. ഇത് വലിയൊരു വിപത്താണ്. ചില നാടുകളിൽ ചില സോഷ്യലിസ്റ്റുകൾ ചെന്നിട്ട് സക്കാത്ത് ആർക്കും കൊടുക്കാം എന്നും പ്രസംഗിച്ചിട്ട് ചില ആളുകളോട്, വയനാട് ജില്ലയിൽ മുമ്പുണ്ടായിരുന്ന ഒരു ആള്, അയാളൊരു ഫൈസിയൊക്കെ ആയിരുന്നു. അയാളൊരു നാട്ടിൽ ചെന്ന് കൂടിയിട്ട് അവിടെ പെരുന്നാളിന്റെ സമയം വന്നപ്പോൾ നാട്ടുകാരോട് പ്രസംഗിച്ചിട്ടാണ് ഫിത്ർ സക്കാത്ത് എല്ലാവർക്കും കൊടുക്കാന്നും പറഞ്ഞിട്ട് അന്ന് അമുസ്ലിമീങ്ങൾക്കൊക്കെ സക്കാത്ത് കൊടുപ്പിച്ചു. പിന്നൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആള് വഹാബിയായി എന്നാണ് അറിഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങോട്ട് എളുപ്പമാണല്ലോ, ഈ ജാതി പരിഷ്കരണത്തിൽ വന്നാണല്ലോ വഹാബി പാളത്തേക്ക് ചാടല്. അങ്ങനെ ചാടിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക്
എളുപ്പമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതേ സമയത്ത് ഇസ്ലാമിന്റെ നിയമം സക്കാത്ത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. അത് അമുസ്ലിമീങ്ങളോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ മതപരമായ തീവ്രവാദം കൊണ്ടോ അല്ല. കാരണം അമുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മതതീവ്രവാദമാണെങ്കിൽ മുസ്ലിമീങ്ങൾക്കെല്ലാം കൊടുത്തോളൂ, അമുസ്ലിമീങ്ങിന് കൊടുക്കണ്ടെന്നല്ലേ പറയാ. അങ്ങനല്ല. ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു സയ്യിദ്, ഒരു തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ തങ്ങൾക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി. ഇതാ തങ്ങളോട് എതിർപ്പുള്ളതുകൊണ്ടാ? അല്ല, തങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അങ്ങനെ ബാധ്യതയായി പഠിപ്പിച്ച ഇസ്ലാം തന്നെ സക്കാത്ത് തങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കരുത് എന്ന നിയമം കൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകളെ ശത്രുക്കളായിട്ടാണ് മതം കാണുന്നത് എന്ന് ചിന്തിക്കാതിരിക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് സക്കാത്ത് അതിന്റെ നിയമപ്രകാരം തന്നെ കൊടുക്കുക. മുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുത്താലേ കൂടൂ, അമുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ കൂടൂല. മുസ്ലിമീങ്ങളിൽ തന്നെ ഇസ്ലാം ചില നിയമം പറഞ്ഞിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് കൊടുത്താലേ എന്താകുള്ളൂ, സക്കാത്ത് വീടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നാം ആയിക്കോട്ടെ. ഒന്നും കൂടി നമുക്കറിയാലോ, ഖുർആന്റെ നിർദ്ദേശപ്രകാരം പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാം. അപ്പൊ അത് വായിച്ച ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇസ്ലാമിനോട് കൂടുതൽ സിമ്പതി കാണിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനോട് കൂടുതൽ ആകർഷകത്വം കാണിക്കുന്ന ആളുകൾക്കും അമുസ്ലിമിനും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ് കേട്ടോ. മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ അർത്ഥം ഇമാമിയങ്ങൾ വിശദീകരിച്ചത് അങ്ങനെയൊന്നല്ല. അത് ഡിക്ഷണറി നോക്കി അർത്ഥം വെച്ചതാ. ആ സിമ്പതിയും മറ്റേ പൊതിയൊക്കെ അത് ഡിക്ഷണറി നോക്കിയിട്ട് വെച്ചതാ. അല്ലാതെ അങ്ങനത്തെ ഒരു പൊതിയൊന്നും ഇമാമിയങ്ങൾ പറഞ്ഞിട്ടില്ല. ഇമാമിയങ്ങൾ മുഅല്ലഫത്തുൽ ഖുലൂബിന് അർത്ഥം വെച്ചത് പുതുവിശ്വാസീന. പുതുവിശ്വാസി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് സിമ്പതി തോന്നിയാൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ഇസ്ലാമിനോട് ഒരു നല്ല മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് മുസ്ലിം അല്ലെങ്കിൽ പോലും സക്കാത്ത് കൊടുക്കാം എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ വിശദീകരണമായി ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മള് 300 രൂപ കൊടുത്ത അൽമൻഹൽ വാങ്ങാൻ കിട്ടുയി. അങ്ങനെ ഡിക്ഷണറി വാങ്ങിയിട്ട് എന്താക്കാണ്, മുഅല്ലഫ എന്നൊക്കെ നോക്കിയിട്ട് മുഅല്ലഫന്റെ അർത്ഥം കാണുക. അത് കണ്ടിട്ട് എന്താക്കുക, ഓൽക്ക് നോക്കാന്ന് പറയാ. അതിപ്പോ അങ്ങനെ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോ ഞാനൊരു പരസ്യം കണ്ടു. ഏത് ആ പരസ്യം കണ്ടപ്പോ ഞാൻ അങ്ങനെ വഹാബിന്റെ കഥ ആലോചിച്ചു. ഈ ജാതി തഫ്സീറുകൾ പറയണേ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന അർത്ഥം നോക്കിയിട്ട് ഇങ്ങനെ പറയണേ, അലാ സദ്രിഹി എന്ന അർത്ഥം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ വഹാബികൾ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പറയണ വഹാബികളിൽ ആ പരസ്യം കണ്ടാൽ എന്താ ചിന്തിക്കുക എന്നറിയില്ല. കാരണം അതിലുള്ള എന്താ പറയുക, ഷുഗർ ഉള്ളവന് മരുന്നില്ലാതെ ജീവിക്കാമെന്നാണ്. ഷുഗർ ഉള്ളവന് മരുന്നില്ലാതെ ജീവിക്കാം. ഒരു പരസ്യമാണ്, പത്രത്തിൽ ഇപ്പൊ കുറച്ച് ദിവസമായി ഇങ്ങനെ ആവർത്തിച്ചു വരുന്നേ. ഏതെങ്കിലും മൗലവി പടച്ചോനെ ഊരവേദനക്ക് മരുന്ന് കുടിക്കണമുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് പടച്ചോനെ 2 മാസമായി ഞാൻ അടുപ്പിച്ച് ഊരവേദനക്ക് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഷുഗർ എങ്ങാനും ഉണ്ടായി കിട്ടിയാൽ ഞാൻ മരുന്ന് കുടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന വല്ല പദ്ധതിയാണ് ഈ പറഞ്ഞതെന്ന് എന്നെ ചിന്തിക്കുമെന്നാണ് എന്റെ ബേജാറ്. ചിലപ്പോ അങ്ങനെ ചിന്തിക്കാലോ. കാരണം ആ പരസ്യത്തിന്റെ വാചകം എന്താ, ഷുഗർ ഉള്ളവന് മരുന്നില്ലാതെ ജീവിക്കാം. അപ്പൊ ഷുഗർ ഇല്ലാത്തപ്പോ ഊരവേദനക്കും മുട്ടുവേദനക്കും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മൗലവി എന്താ ചിന്തിക്കണത്, ഒന്ന് ഷുഗർ ഉണ്ടായി കിട്ടിയാൽ ഇനിയിപ്പോ മരുന്നില്ലാതെ ജീവിക്കാം എന്നിട്ടാണോ ആ പരസ്യത്തിൽ പറയണതെന്ന് ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല. മുൻഷിത്തലോണും വഹാബിത്തലോണും ചിന്തിച്ചാൽ ചിലപ്പോ അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ അർത്ഥമൊക്കെ ആജാതി ചിന്തേന്ന് വന്നതാണ്. സത്യത്തിൽ ഖുർആനും തിരുസുന്നത്തും ആഴത്തിൽ പഠിച്ച ഇമാമിങ്ങൾ വളരെ വ്യക്തമായി തന്നെ മുഅല്ലഫത്തുൽ ഖുലൂബ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനോട് സിമ്പതിയുണ്ട് എന്ന കാരണത്താൽ ഇസ്ലാമിന്റെ പുറത്തുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാനല്ല അല്ലാഹു തആല ആയത്തിലൂടെ പഠിപ്പിച്ചത് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മൈക്ക് ഫ്രീ.